നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 30, 2025 വ്യാഴം. അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒരുപോലെ കാത്തിരുന്ന യുഎസിൽ നിന്നുമുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരികയുണ്ടായി. കൂടാതെ ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കമൻറ്റ് തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുകൂടാതെ ഇന്ന് ചൈനീസ് പ്രസിഡന്റും US പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നതിനാലും മാത്രമല്ല സെൻസെക്സിൻ്റെ മന്ത്ലി എക്സ്പയറി ഇന്നായതിനാൽ തന്നെ മാർക്കറ്റിൽ ഹൈ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് നിഫ്റ്റിക്ക് അതിൻ്റെ 13 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2540.16 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5692.81 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് 26,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 26,100, തുടർന്ന് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ആയ 26,277 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയില്ല. ഓൾ ടൈം ഹൈ അതിശക്തമായി മറികടക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ട് പുതിയ ഉയരങ്ങൾ താണ്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,900 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും 25,800 എന്ന ലെവൽ കീ സപ്പോർട്ടായിട്ടും മാറിയേക്കാം. അതേസമയം 25,800 എന്ന ലെവൽ നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായി പുറത്തു വന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ മാർക്കറ്റും നിക്ഷേപകരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ 25 ബേസിസ് പോയിന്റ് കട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. എങ്കിലും ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 25 ബേസിസ് പോയിന്റ് കട്ട് ഏകദേശം ഉറപ്പായിരുന്നതിനാൽ തന്നെ മാർക്കറ്റും നിക്ഷേപകരും വെയിറ്റ് ചെയ്തിരുന്നത് ജെറോം പവലിന്റെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മാർക്കറ്റിനെ നിക്ഷേപകരെ നിരാശപ്പെടുത്തുകയുണ്ടായി. കാരണം ഡിസംബറിലെ നിരക്ക് കുറയ്ക്കലിന് ഉറപ്പില്ലെന്നും അതിൽ നിന്ന് വളരെ അകലെയാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ജെറോം പവലിന്റെ ഭാഗത്ത് നിന്നും വരികയുണ്ടായത്. സോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാർക്കറ്റിനെ നിക്ഷേപകരെയും നിരാശയിൽ ആഴ്ത്തുകയുണ്ടായി. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് US പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. ITC, സിപ്ല, NTPC, ഹുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ, സ്വിഗ്ഗി, കാനറ ബാങ്ക് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q2 ഏർണിംഗ്സ് ഇന്ന് റിലീസിന് വേണ്ടിയിട്ട് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADR-നും ICIC ബാങ്ക് ADR-നും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഡോക്ടർ റെഡ്ഡീസ് ADR 8% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. NVIDIAയുടെ CEO ജെൻസൺ ഹങ് $500 ബില്യൺ AI ചിപ്പ് ഓർഡേഴ്സ് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതുകൂടാതെ US ഗവൺമെന്റിന് വേണ്ടിയിട്ട് 7 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് കമ്പനി നിർമ്മിക്കും എന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്നലെ ഒരു സിംഗിൾ ഡേ കൊണ്ട് NVIDIA സ്റ്റോക്കില് 4.7% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി ചരിത്രത്തിലാദ്യമായിട്ട് $5 ട്രില്യൺ വാല്യുവേഷനിലേക്ക് എത്തിച്ചേരുന്ന ആദ്യ കമ്പനിയായിട്ട് NVIDIA മാറുകയുണ്ടായി. സോ അതിനെ തുടർന്ന് ഇന്നലെ S&P 500-ന് അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്തേക്കായിട്ടും നാസ്ഡാക്കിന് വീണ്ടും തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ഫ്രഷ് റെക്കോർഡ് ഹൈയും ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് മാത്രമേ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് വെളുപ്പിനെ ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ് 1% നേട്ടത്തോടു കൂടിയും വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നേരിയ ഇടിവാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗോൾഡിന്റെ വില ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 4,000 എന്ന ലെവലിന് താഴേക്ക് പോയി നിലവിൽ 3,000
$17,960 എന്ന നിലയിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.06 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 26,000 എന്ന നിലയിലും. ഹയർ ലെവൽസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമ്പോഴും പോസിറ്റീവ് ട്രെൻഡിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രീവിയസ് സെക്ഷനിലെ ഡോജി ക്യാൻഡിലിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള മൈനർ അപ്പ് ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മാത്രമല്ല 5-day EMAയുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയും ഇന്നലത്തെ റാലിയോടുകൂടി 72.43 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 27,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.03 എന്ന നിലയിലും മാക്സ് പെയിൻ 58,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. പോസിറ്റീവ് മൂഡിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിന്റെ ബലമായിട്ട് ലോങ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള സ്മോൾ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും നിലനിൽക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല RSI 74.19 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുന്നത്. 58,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. L&T പ്രോഫിറ്റിൽ 16% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 10% വളർച്ചയും രേഖപ്പെടുത്തി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോഫിറ്റിൽ 53.3% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം റവന്യൂവിൽ 8.2% വർധനവും രേഖപ്പെടുത്തി. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് പ്രോഫിറ്റിൽ 253.2% ഉയർച്ചയും റവന്യൂവിൽ 14.1% വളർച്ചയും രേഖപ്പെടുത്തി. PB ഫിൻടെക് പ്രോഫിറ്റിൽ 164.6% വളർച്ചയും റവന്യൂവിൽ 38.2% ഉയർച്ചയും രേഖപ്പെടുത്തി. യുണൈറ്റഡ് ബ്രൂവറീസ് പ്രോഫിറ്റിൽ 64.8% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. റവന്യൂവിലും 3% ഇടിവ് രേഖപ്പെടുത്തി. NTPC ഗ്രീൻ എനർജി പ്രോഫിറ്റിൽ 130.3% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 21% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. സാഗ്ലിറ്റി ഇന്ത്യ പ്രോഫിറ്റിൽ 113.8% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 25.2% വളർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.